പണ്ടു പണ്ട് സത്യയുഗത്തിൻ്റെ അവസാനത്തിൽ സൃഷ്ടികർമ്മത്തെ തുടർന്നുണ്ടായ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങൾ അപഹരിക്കുകയുണ്ടായി. അപഹരിച്ച വേദങ്ങളുമായി ഹയഗ്രീവൻ സമുദ്രത്തിൽ പോയി ഒളിച്ചു. വേദങ്ങൾ ഇല്ലാതായാൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. അജ്ഞത പരക്കും, എങ്ങും അധർമ്മം വിളയാടും. ഈ അവസരത്തിലാണ് വിഷ്ണു ഭഗവാൻ തൻ്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരം കൈക്കൊള്ളുന്നത്. പരമ വിഷ്ണുഭക്തനായ സത്യവ്രതൻ എന്ന രാജാവ് കൃതമാല എന്ന നദിയിൽ സ്നാനം ചെയ്യുകയായിരുന്നു. കൈക്കുമ്പിളിൽ കോരിയെടുത്ത ജലത്തിൽ ഒരു കൊച്ചു മത്സ്യം അകപ്പെട്ടു. ആ മത്സ്യത്തെ തിരികെ നദിയിലേക്ക് വിടാൻ ശ്രമിച്ചെങ്കിലും അത് പോകുവാൻ കൂട്ടാക്കിയില്ല. എനിക്ക് നദിയിലുള്ള വലിയ മത്സ്യങ്ങളെ പേടിയാണ്, എന്നെ അങ്ങ് രക്ഷിക്കണം എന്ന് ആ കുഞ്ഞു മത്സ്യം പറയുന്നതായി രാജാവിന് തോന്നി. സത്യവ്രതൻ മത്സ്യത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്കുകൊടുത്തു. തൻ്റെ കയ്യിലിരുന്ന കമണ്ടലുവിൽ ആ മത്സ്യത്തെ ഇട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ മത്സ്യം വളർന്ന് വലുതായി. ഇത് കണ്ട സത്യവ്രതൻ ആ മത്സ്യത്തെ ഒരു തടാകത്തിൽ വിട്ടു. എന്നാൽ മത്സ്യം വളരെ വേഗം വലുതാവുകയും തടാകം തികയാതെ വരികയും ചെയ്തു. രാജാവ് ആ മത്സ്യത്തെ അടുത്തുള്ള നദിയിലാക്കി. എന്നാൽ വളരെ വേഗം വളർന്ന് മത്സ്യത്തിന് നദിയിലും കിടക്കാൻ പറ്റാതെയായി. പിന്നീട് മഹാരാജാവ് മത്സ്യത്തെ കടലിൽ കൊണ്ടുപോയാക്കി. ഇതേ സമയം സത്യവ്രതൻ്റെ മനസ്സിൽ ഭഗവാൻ തന്നെ പരീക്ഷിക്കുന്നതാണോ എന്ന സംശയം തോന്നി. മത്സ്യത്തിൻ്റെ നേരെ കൈകൂപ്പി, ഭഗവാനെ, അങ്ങെന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ചോദിച്ചു. വിഷ്ണു ഭഗവാൻ സത്യവ്രതൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ സത്യവ്രതനോട് പറഞ്ഞു, വരുന്ന 7 ദിവസത്തിനുള്ളിൽ ഒരു മഹാപ്രളയമുണ്ടാകും. അതിനു മുൻപ് സർവ്വ ജീവജാലങ്ങളുടെയും വിത്തുകൾ സംഭരിച്ച് നീ സപ്തർഷികൾക്ക് നൽകണം. തുടർന്ന് ഒരു നൗകയിൽ നിങ്ങൾ രക്ഷപ്പെടുക, കൂടെ വാസുകി നാഗത്തെയും കൂട്ടുക. തുടർന്ന് 7-ാം നാൾ വൻ പ്രളയമുണ്ടായി. സർവ്വചരാചരങ്ങളും പ്രളയത്തിൽ ഇല്ലാതായി. സത്യവ്രതനും സപ്തർഷികളും നൗകയിൽ യാത്ര തുടങ്ങി. ആടിയുലഞ്ഞ നൗകയുടെ സമീപം ഭഗവാൻ മത്സ്യരൂപത്തിൽ പ്രത്യക്ഷനാകുകയും വാസുകി നാഗത്തെ മത്സ്യത്തിൻ്റെ വാലിൽ ബന്ധിച്ച് യാത്ര തുടരുകയും ചെയ്തു. മത്സ്യം നൗകയെ ഒരു മഹാശൃംഗത്തിൻ്റെ മുകളിൽ എത്തിച്ചു സത്യവ്രതനെയും സപ്തർഷികളെയും സുരക്ഷിതരാക്കി. അതിനുശേഷം മത്സ്യരൂപത്തിലുള്ള മഹാവിഷ്ണു തൻ്റെ കൂർത്ത കൊമ്പുകൊണ്ട് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ സ്വതന്ത്രമാക്കി ബ്രഹ്മാവിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. ഇതാണ് വിഷ്ണു ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരം.